എടാ കുറച്ച് സൂം ചെയ്തിട്ടൊക്കെ എടുക്ക്. ആ ഭീകരത കണ്ട് പോരട്ടുണ്ട്. കഴിവ് തെളിയിക്കു നീ. ഇതിൽ ഇത്രയൊക്കെ കിട്ടും. നീ ഇങ്ങോട്ട് മാറി. അയ്യോ എന്തോ കാണിക്കണേ മനുഷ്യ മൂത്രം ഇങ്ങോട്ട്. അയ്യോ ചേട്ടാ കണ്ടില്ല. എന്ത് കണ്ടില്ല? ഫിയർ ഫാക്ടറി എന്ന് പറഞ്ഞ യൂട്യൂബിൽ ചെറിയൊരു പരിപാടിയാണ്. എന്ത് യൂട്യൂബ്? ഈ ഗോസ്റ്റ് ഹണ്ടിങ് ഒക്കെ. അല്ല ഗോസ്റ്റിന്റെ അല്ല, ഞങ്ങളിങ്ങനെ ചെറിയ കഥകൾ. അങ്ങനെയല്ല. അല്ല നാട്ടുകാർ മൊത്തം പറയണ്ടല്ലോ ഇവിടെ പ്രേതത്തിന്റെ ചെറിയ ശല്യം ഉണ്ടെന്ന്. ഹലോ അയ്യോ ഏട്ടാ അങ്ങനെ പറയരുത്. ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞോളൂ. 550. അന്ന് ലേറ്റ് വേണം. അതിന്റെ ഇടയിൽ നൈസായിട്ട് സ്കിപ്പ് വന്നല്ലടാ. അതെന്താ കേസ്? ആ മുതലിനോട് തുകയല്ലേ എന്റെ 500 രൂപ അക്കൗണ്ടിലായിരിക്കും. കിട്ടാൻ മുള്ളെന്നൊക്കെ അറിയാം. 500? ഒരു 10-100 കൊടുത്ത പോരാന്നില്ലടാ. ഏത് നേരത്താണാവോ? എടാ വേറൊരു സംഭവം ഉണ്ട്. അയാളെ വിളിച്ച്. എന്തുടായ്പ്? എടാ നമ്മൾ ചെയ്യണ പരിപാടി തന്നെ. ഉടായ്പ തന്നെ. നീ എങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ പ്രകാശ? നമുക്കൊന്ന് അയാളെ പോയി കണ്ടല്ലോ. ഞാനൊന്നുമില്ല. ഇതൊന്നും എടാ എന്തൊരു പരിപാടി പ്ലാൻ ചെയ്താലും അതെങ്ങനെ നടക്കാതിരിക്കാന്നല്ലോ നീ ചിന്തിക്കുന്നത്. ഒന്ന് പോസിറ്റീവ് ആവ്. ഇതായാലും വിളിക്കുന്നുണ്ട്. ആ സാറേ, അതാ ഇവിടെ ബ്ലൂ ഷർട്ട്. ഒരുപാട് സമയമായോ വന്നിട്ട്? ബുദ്ധിമുട്ടായി? ഇല്ലല്ല, ഇപ്പൊ വന്നേള്ളൂ. പേരൊക്കെ എങ്ങനെയായിരുന്നു? നകുലൻ. പ്രകാശൻ. ഓക്കെ, നമുക്കെന്തേലും കഴിച്ചിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാം. അതാ കടയിൽ നല്ല കിടക്കാച്ചി ശവം. സാർ ഇവിടെ ഓക്കെ അല്ലേ? നമുക്കിവിടെ സംസാരിക്കാം. ഓക്കെ. സംഗതി നിങ്ങൾക്ക് എത്രത്തോളം റീച്ച് കിട്ടുന്നു എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു വലിയ ഹെൽപ്പാവും. ഞാൻ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. നമുക്ക് ആയിരപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു പഴയ തറവാടാണ്. പേഴ്സണലി എനിക്കൊരുപാട് സെന്റിമെന്റ്സ് ഒക്കെ ഉള്ളൊരു പഴയ ബംഗ്ലാവാണ്. അപ്പച്ചന്റെ അപ്പാപ്പൻ തൊട്ടേ കൈവശമുള്ളതാ. ഒരു 150 വർഷമൊക്കെ പഴക്കം വരും. ഈ പാർട്ടീഷന്റെ ഭാഗമായിട്ട് വീട് കുറച്ചു കാലം കേസിലായിരുന്നു. ഇപ്പോ കോർട്ട് ഓർഡർ വന്നിരിക്കുന്നത് ലേലത്തിലിടാൻ. ആരെങ്കിലും അത് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അവരത് പൊളിച്ചു കളയും. ഈ ഒരവസ്ഥയിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. ഒരു വലിയ തുക വേണം. കുറച്ചു കാലത്തേക്ക് വിൽപ്പന എന്ന് നീട്ടിക്കിട്ടണം. അതിന് നിങ്ങളുടെ ഒരു ഹെൽപ്പ്. അല്ല, ഞങ്ങളെങ്ങനെയാണ് സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ആ വീടാരും വാങ്ങരുത്. നിങ്ങൾ ആ വീടിനെ ചുറ്റിപ്പറ്റിയൊരു സ്റ്റോറി ചെയ്യണം. വല്ല യക്ഷിയോ പ്രേതോ എന്നൊക്കെ ഉണ്ടെന്നുള്ള പോലെ. അതിപ്പോ ഞങ്ങള് വീഡിയോ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പേരിനെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രേത കഥകൾ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത ആളുകൾ വിശ്വസിക്കും. അതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീടല്ലേ, കെട്ടുകഥകൾക്കൊന്നും ഒരു പഞ്ഞുമല്ല. അല്ല, ഇതിപ്പോ കോടതിയൊക്കെ ഇടപെട്ട ഇഷ്യൂ ആയോണ്ടേ അതിന്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ പ്രോബ്ലം ഇല്ലേ? അതിന് അങ്ങോട്ടങ്ങനെ ആരും വരാറൊന്നുമില്ല. കുറച്ച് ഉള്ളിലേക്കാണ് ഈ സ്ഥലം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പോ ഒരു 50,000 അഡ്വാൻസ് ആയിട്ട് ചെയ്തേക്കാം. ബാക്കി വീഡിയോ ചെയ്തതിന് ശേഷം സെറ്റിൽ ചെയ്യാം. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഓക്കെ, ആലോചിച്ചിട്ട് വിളിക്കാം. അയ്യോ അങ്ങനെയല്ല, അതിപ്പോ ആലോചിക്കും. ഒരു മിനിറ്റ്. എന്താ ആലോചിക്കാനാണ്? 50,000 രൂപയാണ്. ഓക്കെ പറ. എടാ ഒന്നുമില്ല, ഞാൻ വെറുതെ ആലോചിച്ചാണ്. സംഭവത്ര ക്യാഷൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമെന്നാണ്. എന്ത് പ്രോബ്ലം ഉണ്ടാവാനാണ്? ഇയാളോട് എന്താ പറയാൻ പോണു? ഓക്കെ പറ. എന്നാലും എങ്ങനെയാണ് ഇല്ലാത്തൊരു സാധനം? അയ്യടാ, ഇതുവരെ ചെയ്ത വീട്ടിലൊക്കെ പിന്നെ ട്രാക്കുള്ള കുഞ്ഞുങ്ങളായിരുന്നല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് വേദനിക്കുന്ന ഒരു കോടീശ്വരനെ കാണുന്നത്. പൊന്നു മോനെ, തൽക്കാലം പിടിച്ചിക്കാൻ ഇത് മതി. ഓക്കെ അടിക്കാല്ലേ? പിന്നല്ലാതെ. ഇല്ലെങ്കിൽ പണിറിയാവുന്ന പിള്ളേർ ഇത് വേറെ ഒന്ന് ചെയ്യും. അത്ര തന്നെ. സാറേ, സാറിങ്ങനെ ഇമോഷണലായിട്ടൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾ ചെയ്യാം. ഓ സന്തോഷായി. ഞാൻ സത്യം പറഞ്ഞ നല്ല ടെൻഷനിലായിരുന്നു. എങ്ങനെയാ നിങ്ങളോട് ഇതൊക്കെ പറയാന്ന് വിചാരിച്ചു. ഒന്നും കുഴപ്പമില്ല. ഇഷ്യൂ ഇല്ല സാറേ. എല്ലാവർക്കും കാണില്ലേ പേഴ്സണൽ സെന്റിമെന്റ്സ്. നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ അല്ലേ? നകുലന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ. അഡ്വാൻസ് ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് തങ്ങാനുള്ള വീടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനുള്ള വീടിന്റെ അഡ്രസ്സും താമസിക്കാനുള്ള വീടിന്റെ അഡ്രസ്സും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ശരി.
കാണാം. ഓക്കെ എന്നാ വരട്ടെ. കിടിലൻ ലൊക്കേഷനാണ്. ഒരു ഹെലി ഷോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊളിക്കും. ഷൂട്ട് ചെയ്യേണ്ട വീട് തല്ലടാ. ആ എന്തായാലും നമ്മൾ ഹെവി വീട് കണ്ടു കഴിഞ്ഞാൽ അപ്പ ഹെലി വർത്തു. ഇത് ശരിക്കും ആരുടെ വീടാണ്? ഏതൊരു ജയേഷിന്റെ, ആ ഡെന്നിസ് സാറിന്റെ ഫ്രണ്ടാ. ആളില്ലേ? ഒന്നുകൂടെ അടിച്ചു നോക്ക്. വലിയ വീടല്ലേ, നടന്നെത്താൻ ടൈം എടുക്കും. ചില ഫോട്ടോ വിളിച്ച് വരികയായിരിക്കും. ഈ, ഉഫ്. ആരാ? ഞങ്ങളിവിടെ ജയേഷ് പറഞ്ഞിട്ട് താമസിക്കാൻ. ഓ മനസ്സിലായി. അപ്പുറത്ത് കൂടെ വരൂ, വാതില് തുറക്കാം. ആ ആ ഓക്കെ. നമ്മളിവിടെ എത്ര ദിവസം ഉണ്ടാവും? എന്തേ? ഞാൻ ചിലപ്പോ ഇവിടെ സ്ഥിരാക്കും കേട്ടോ. എന്നിട്ട് വൃത്തികെട്ട സ്വഭാവം എടുക്കല്ലേ പ്ലീസ്. ഡീസന്റ് ആവും, വന്ന പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നടക്ക്. ഇവിടെ വേറെ ആരുമില്ലേ? അച്ഛമ്മയുണ്ട്, പിന്നെ ഞാനും. ഓ ഇവിടെ ഒറ്റയ്ക്കാണല്ലേ? അല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. കിട്ടിയില്ലേ? ഇങ്ങനെ ഈ വരകണ് അങ്ങോട്ട് മാറ്. രണ്ടുപേർക്കും കൂടെ ഒരു റൂം പോരെ? ആ അതൊക്കെ മതി. ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, ഇവിടെ നിറച്ച് മുറികളാ. സൗകര്യം പോലെ ആവാം. അത് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. നല്ല പഴക്കമുണ്ടല്ലേ വീടിനൊക്കെ. എനിക്ക് ഈ ടൈപ്പ് വീടൊക്കെ ഭയങ്കര ഇഷ്ടാ. കുറച്ച് ക്യാഷൊക്കെ കിട്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പണിയാൻ. നിന്നെ കൊണ്ടാകുമ്പോ പറ്റും. അതാകുമ്പോ വീഡിയോ ചെയ്യാൻ വേറെ വീട് നോക്കണ്ടല്ലോ. അയ്യോ തുറക്കരുത്. അതാരും തുറക്കാറില്ല. ഇതിനകത്ത് വല്ല പ്രേതമുണ്ടോ? ആ ഉണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത്. പണ്ടൊരു പെൺകുട്ടി ഇതിനകത്തിട്ട് കൊന്നിട്ടുണ്ട്. ബലി കൊടുത്താന്നൊക്കെ പറയുന്നത്. ഓ അന്നടച്ചിട്ടാണോ? വിവരക്കേട് പറയില്ലടോ. അതൊന്നും അറിയില്ല. തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തുറക്കാറില്ല. ഓരോ വിശ്വാസമല്ല. അങ്ങനെ അല്ല, നിങ്ങൾ ശരിക്കും എന്താ പരിപാടി? ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റോറികൾ ചെയ്യുന്നുണ്ട്. 10 ഏക്കറും ബംഗ്ലാവും ഉള്ള പോലെ പറഞ്ഞു. നാട്ടിലിവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ യൂട്യൂബ് ചാനലുണ്ട്. ഉം. ഉം. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ആ ശരി. ആ ഓക്കെ, ഞങ്ങൾ നാളെ ലൊക്കേഷനിൽ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. കുട്ടി കൊള്ളാല്ലേ മിസ്റ്റർ പ്രകാശ്? അതെ, എന്റെ സങ്കല്പത്തിലെ എല്ലാ ഗുണങ്ങളും ഉള്ള അതേ പെൺകുട്ടി. ഞാൻ വന്നു കയറിയപ്പോഴും പറഞ്ഞില്ലേ? ഒന്ന് പോടെ അവൻ്റെ സങ്കല്പം. അന്ന് പാലക്കാട് പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കണ്ട പെൺകുട്ടി നിന്റെ സങ്കല്പമായിരുന്നല്ലോ. അവൻ്റെ ഒരു ആരന്തമ്പരാൻ്റെ മൂട്ടി. സകല പെൺകുട്ടികൾ അവൻ്റെ സങ്കല്പം. ഇതാണ് മോനെ റിയൽ സങ്കല്പം. നീ വല്ലാതെ റിയലിസ്റ്റിക് ആവണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. എനിക്കിഷ്ടമായി. നമ്മളൊന്ന് നോക്കിയാ പ്രശ്നം, വല്ലതും പറഞ്ഞാ പ്രശ്നം. ബലരാമൻ എന്ത് നെറുകേട് പോവാലോ. ആയിക്കോട്ടെ.